ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇത്ര സൗണ്ടിലേ പറയുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ സൗണ്ട് പറഞ്ഞ എൻ്റെ പിള്ളേർ എനിക്ക് രണ്ടെണ്ണം നല്ല ഉറക്കാണ്. ആ സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള സമയമുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം. കാരണം കുറേ പേര് ഇങ്ങനെ സജഷൻസ് പറയാറുണ്ട്, ചേച്ചി ആ വീഡിയോ ചെയ്യൂ, ഈ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അതിന് ഒരുപാട് സന്തോഷം. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 2-3 വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് കൂടുതലും എന്നെ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി എന്നാൽ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഗൈസ്, ഞാനല്ല കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിരുന്നത്, യൂട്യൂബ് മുതലാളിയാണ്. കാരണം വെച്ചാൽ ചില വീഡിയോസ് ഇപ്പോൾ ഞാൻ കുറേ പേരടുത്ത് അന്വേഷിച്ചപ്പോൾ ചിലർ പറഞ്ഞത് കുട്ടികളെ കാണിക്കുന്ന വീഡിയോസിലൊക്കെ ചിലത് ഇങ്ങനെ കമൻറ്റ് ഓഫ് ആയി പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി കമൻറ്റ് ഓഫായി ഇങ്ങനെ ഇടുക. ഞാൻ ഓണാക്കും, അവർ ഓഫാക്കും, ഞാൻ ഓണാക്കും, അവർ ഓഫാക്കും. ഞാൻ ഓണാക്കുന്ന സമയത്താണ് കുറച്ച് പേര് കമൻറ്റ് ഇടുന്നത് എനിക്ക് കാണാൻ പറ്റണേ. അപ്പോൾ കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താണ് കമൻറ്റ് ഇടാൻ പറ്റണില്ലല്ലോ, കമൻറ്റ് എന്താ ഓഫ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കമൻറ്റ് ഓഫ് ആക്കിയിട്ടതല്ല, യൂട്യൂബ് മുതലാളിയാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലൂട്ടിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ടേക്കണേ, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലൂട്ടിൻ്റെ അംഗനവാടിയിൽ, അതായത് അല്ലൂട്ടിൻ്റെ ഭാഷ പറഞ്ഞാൽ അവൻ്റെ മാങ്കാടിയിൽ അവൻ്റെ ബർത്ത്ഡേ ഒന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. മാർച്ച് 20-നാണ് അവൻ്റെ ബർത്ത്ഡേ. 21-നാണ് ഞങ്ങൾ അവിടുന്ന് സെലിബ്രേറ്റ് ചെയ്തത്. കാരണം അന്ന് ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ, ഏഷ്യാട്ടിൻ്റെ വീടിനടുത്താണ് അവൻ്റെ മാങ്കാടി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് അവിടെ പോയി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അല്ലൂട്ടനും അവൻ്റെ ഫ്രണ്ട്സിനും ടീച്ചർക്കും ആൻറ്റിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, എനിക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ അവൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് നോക്കി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ അവൻ്റെ അംഗനവാടിയിൽ ഒരു പ്രോഗ്രാം നടന്നാലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻവോൾവ് ആകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എനിക്ക് പ്രോഗ്രാംസും കാര്യമൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്ന അച്ഛനും അമ്മയും തന്നെയാണ്. അതിൽ അമ്മയ്ക്ക് ഇങ്ങനെ എല്ലാത്തിനും വരാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓഫ് ആക്കില്ലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ടാറ്റാ, വീഡിയോ കണ്ടിട്ട് പോയോ കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബർത്ത്ഡേക്ക് ഇട്ട് അതേ ഡ്രസ്സ് തന്നെ വരെ എടുത്തിട്ടെന്ന്. ഒന്നുമില്ല, ഇത് രാത്രി ആകെ ഒരു 10-15 മിനിറ്റ് ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ ആരും കണ്ടിട്ടില്ലല്ലോ, അപ്പം വെളിച്ചത്തെല്ലാവരും കണ്ടോട്ടെ. ഇപ്പം തന്നെ മാത്രമല്ല, ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പോകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് തന്നെ ഇറങ്ങിയത്. ഓക്കെ. അപ്പോൾ അത് ആലൂട്ടം കണ്ടോ, പോകാൻ വേണ്ടി എല്ലാം സെറ്റായി ഗൈസ്. ഇത് അവൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഡ്രസ്സ് കേട്ടോ. അപ്പം എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ചെക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പൂനാണെങ്കിൽ, ഞാനും അല്ലൂട്ടനും തുമ്പി കൂടിയാണ് പോണത് കേട്ടോ. അപ്പൂന് ആര്യൻ്റെ അടുത്തേക്ക് പോകണമെന്ന്, തൃശ്ശൂർക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലാക്കിയിട്ട് വേണം ചെക്കന് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഷടപടേന്നായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ നല്ലൊരു കേക്കൊക്കെ മേടിച്ചു. നല്ല ഫ്ലേവറായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ടൊരു കേക്കൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പവും അല്ലൂട്ടനും കൂടെ പെട്രോൾ അടിക്കാൻ പോയ സമയം ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം കേക്ക് വാങ്ങിച്ചു. അങ്ങനെ കണ്ടോ, തുമ്പി അവിടെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ക്ലിപ്പൊക്കെ എടുത്തിട്ടാണ് വന്നത് ഗൈസ്. അങ്ങനെ സ്ഥലത്തെത്തിയപ്പോൾ ചെക്കൻ മാസമായിട്ട് ഇറങ്ങി പോകണ കണ്ടു ഗൈസ്. ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൻ്റെ അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. അല്ലൂട്ടൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ മാങ്കാടിക്ക് പോണത്. അവനെ ആക്ച്വലി നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ കാര്യം പറയൂ കേട്ടോ. അങ്ങനെ തിരിച്ച് വീണ്ടും അവിടേക്ക് പോവുകയാണ് ഗൈസ്. ഇതാരാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത്? നല്ല നോക്കട്ടെ. മൂന്നേ 16 കുറേ നാളിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ കണ്ട സന്തോഷത്തിലാണ് അല്ലൂട്ടൻ. പിന്നെ അവൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഓവർ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാറില്ല എന്നെ പോലെ. അവൻ സിമ്പിളായിട്ടേ കാണിക്കാറുള്ളൂ ഗൈസ്. ഓക്കെ. അപ്പോൾ ഇതാ കണ്ടോ, അവൻ്റെ വാച്ചും കൂളിംഗ് ഗ്ലാസും ഷൂ ഒക്കെ ഒന്ന് കുട്ടികളെ കാണിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അങ്ങനെ ടീച്ചർ അവനെയൊക്കെ എടുത്ത് എല്ലാവർക്കും ഒന്ന് കാണിച്ചെടുത്ത് തുമ്പി കണ്ട അന്താളിപ്പിൽ എന്ത് ഇവനെ ചെയ്യുന്നതെന്നുള്ള മട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വേറൊരു സ്പെഷ്യൽ ഐറ്റം ഇന്നുണ്ട്. നോർമലി കേക്ക് കട്ടിങ്ങും ചോക്ലേറ്റും ഒക്കെ കൊടുക്കലാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവൻ്റെ ഫ്രണ്ട്സിനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സോ അതെങ്ങനെ
എങ്ങനെയായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂട്ടായിരിക്കണം, മെമ്മറബിൾ ആയിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം, ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു ഐറ്റം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നല്ലൊരു എന്താ പറയുക ഐഡിയ ഉള്ള ഒരു പേജ് വേണം അല്ലേ. സോ ഞാൻ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്രാഫ്റ്റ് പേജാണ് ഇൻസ്റ്റാ പേജ്, പേപ്പേഴ്സ് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് അവരെനിക്കൊരു അടിപൊളി ഐറ്റം സെറ്റ് ചെയ്തെന്ന് മക്കളെ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവെക്കാം. ഇതാണ് കേട്ടോ ഐറ്റം. അലുട്ടൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ ധ്രുവ് പാർത്ഥിവ് എന്നൊക്കെ എഴുതിയപ്പം അതൊരു മെമ്മറി അല്ലേ, നമുക്ക് കുട്ടികൾക്ക് സൂക്ഷിച്ച് വെക്കാനൊരു സാധനമായി. അതിൻ്റെ കൂടെ ചോക്ലേറ്റ്സും ഉണ്ട്, അതിൻ്റെ കൂടെ അവർക്ക് യൂസ്ഫുൾ ആവുന്ന പെൻസിൽസും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞൊരു കാർഡ് അവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആഗ്രഹിച്ച എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡായി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേപ്പേഴ്സ് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവർക്കും കൂടെ കൊടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഇത് കൊടുത്ത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് കഴിഞ്ഞ് ചോക്ലേറ്റ്സൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഗൈസ് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഒരു തൃശ്ശൂർ പോകാൻ വേണ്ടിയിട്ട് നേരം വൈകിയോ എന്നെ പഞ്ഞിക്കിടും ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ഫാസ്റ്റ് ആക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാര്യത്തിൽ അല്ലൂസ് നല്ല കില്ലാടിയാണ് കേട്ടോ ഗൈസ്. കാരണം കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റത്തെ കൊടുക്കുന്ന ആൾ കൊടുക്കണ്ടാവില്ലേ, ഫസ്റ്റ് കൊടുക്കണ്ടാവില്ലേ, അത് മാത്രമേ മൂപ്പർ സ്വീകരിക്കൂ. പിന്നീട് ജന്മം ചെയ്തിട്ടുണ്ടെങ്കിൽ വാതം കേട്ടോ. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ്സ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പിള്ളേരില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് ഒന്നിനെയും രണ്ടിനെയും തന്നെ നോക്കാൻ വയ്യ. പക്ഷേ ഇവർ എത്രയും പേരെ ടീച്ചർ എങ്ങനെ മാനേജ് ചെയ്യുന്നു. ടീച്ചർ ഹായ് കൊടുക്കുന്ന ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് കെട്ടിയോൻ വൈശാഖേട്ടനെ അംഗനവാടി പഠിപ്പിച്ച അതേ ടീച്ചർ തന്നെയാണ് അല്ലൂട്ടിനെയും പഠിപ്പിക്കുന്നത്, ആസി ടീച്ചർ. അപ്പം വൈശാഖനാണ് വീഡിയോ കോൾ കേട്ടോ. പാവം എല്ലാം വീഡിയോ കോളിലൂടെ കണ്ടു ഗൈസ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർ അത്ഭുതം തന്നെയല്ല. ഇത്രയും പിള്ളേരെ 2 പേര് മാനേജ് ചെയ്യുന്ന ചില്ലറ കാര്യമില്ല. പക്ഷെ അത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ കെയർ ചെയ്യുന്നുണ്ട്. ഇവരെ കൂടെ ആകുമ്പോൾ അവരങ്ങ് ആ ഒരു ഒഴുക്കിലങ്ങ് അല്ലൂസ് നമ്മുടെ അധികം വികൃതി ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. എന്നാലും വികൃതി ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ ചീത്ത പറഞ്ഞ് ഒതുക്കും. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഓക്കെ. എന്തായാലും അപ്പോൾ എല്ലാവർക്കും ചോക്ലേറ്റ്സൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഇതാ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ടെല്ലാം പാത്രത്തിലാക്കി എല്ലാവർക്കും കൊടുക്കണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പം അതിൻ്റെ തിരക്കിലാണ്. കാരണം അപ്പൂരിന് അവിടെ എത്തി അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ വാങ്ങിക്കാൻ പോകാനുള്ളതാണ്. അപ്പം അതിൻ്റെ തിരക്കാണ്.
എന്തായാലും പാലൊക്കെ കുടിച്ച് നിൽക്കട്ടെ. അപ്പം ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ഗൈസ്. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് വീട്ടിലൊന്ന് കയറണം. വീട്ടിൽ കയറി അവിടെ ചേച്ചി ഉണ്ടായിരുന്നു, വിജയശേഷി ഉണ്ടായിരുന്നു. അച്ഛനും ഇളയമയും കുളിക്കുകയായിരുന്നു. എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു, പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. ഇനി അപ്പൂന് തൃശ്ശൂർ പോകണം എന്നോട് ആക്കിയിട്ട്. ഇങ്ങനെ തുമ്പിപ്പെണ്ണ് അംഗനവാടിയിൽ വരുന്നൊരു കാലത്തിനായി ഞാൻ കാത്തിരിക്കുന്ന ഗൈസ്, എൻ്റെ സ്വപ്നകാലം. നിങ്ങൾ ആരൊക്കെ അങ്ങനെ ആലോചിച്ചാലേ കാത്തിരിക്കുന്ന 2 മക്കളെയും സ്കൂളിൽ വിടുന്ന പ്രായം ആവട്ടെ എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആരെയും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയണമല്ലോ. സോ അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി, ടീച്ചറാണെങ്കിലും എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ കണ്ട നിങ്ങളും ഹാപ്പിയായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അല്ലോട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് പേര് വിഷസ് അറിയിച്ചു, ഒരുപാട് പേര് സ്റ്റോറി ഇട്ടു, അല്ലാണ്ട് മെസ്സേജ് ആയിട്ടും ഒക്കെ കുറേ പേര് വിഷസ് അറിയിച്ചിട്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ വൈശുസ്ക. ടാറ്റാ.